സ്കിൻ ഗ്ലോയ്ക്ക് വേണ്ടി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന 3 ഇൻഗ്രീഡിയൻസ് മാത്രമുള്ള വളരെ ഈസി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്മൂത്തി റെസിപ്പി നമ്പർ 2. ഇതിന് മുൻപത്തെ റെസിപ്പി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസും അതുപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി കോമ്പൗണ്ട്സും അടങ്ങിയിട്ടുള്ള ഈ ഒരു സ്മൂത്തി കൊളാജൻ ബൂസ്റ്ററാണ്. അതുപോലെ സ്കിൻ സെല്ലുകളുടെ പ്രൊഡക്ഷന് സഹായിക്കുന്നു, സ്കിൻ നല്ലപോലെ ഹൈഡ്രേറ്റ് ചെയ്യുന്നതിന് സഹായിക്കുന്നു. ഒരു ആൻറ്റി ഏജിങ് റെമഡി കൂടിയാണ് ഈ ഒരു സ്മൂത്തി. സോ ക്യുക്കായിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ആകെ വേണ്ടത് 3 ഇൻഗ്രീഡിയൻസ് ആണ്. പൈനാപ്പിൾ, പൊമിഗ്രനേറ്റ് ആൻഡ് സ്പിനച്ച്. ഈക്വൽ അളവിലാണ് എടുത്തിരിക്കുന്നത്. വേറെ ഒന്നും ചെയ്യാനില്ല. ഇതൊരു ബ്ലെൻഡറിലിട്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നു. ഒരു സ്മോൾ ഇഞ്ചിയുടെ പീസ് കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. അത് ഓപ്ഷണലാണ്. അതുകൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻറ്റസ്റ്റൈൻ ഹെൽത്തിന് വളരെ നല്ലതാണ്. കോൺസ്റ്റിപ്പേഷൻ വരാതിരിക്കുന്നതിനും ഈസി ഡൈജഷനും നല്ലപോലെ സഹായിക്കുന്ന ഒരു ഡ്രിങ്ക് കൂടിയാണ് കേട്ടോ. കൊളാജൻ ബൂസ്റ്ററായിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിനൊരു ഗ്രീനിഷ് കളറായിരിക്കും. ബിക്കോസ് നമ്മളതിൽ സ്പിനച്ച് ആഡ് ചെയ്യുന്നത് കൊണ്ടാണ്. സ്പിനച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാലക് ചീരയാണ് കേട്ടോ. അതറിയാത്തവർക്ക് വേണ്ടി പറയുന്നതാണ്. കാണാൻ ഒരു ഇച്ചിരി ഗ്രീനിഷ് കളറിലാണെങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് സൂപ്പറാണ്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. പക്ഷേ ഡയബറ്റിക് പേഷ്യൻസ് ഒരു സ്മൂത്തിയും എടുക്കാൻ പാടില്ല കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ബാക്കി എല്ലാവർക്കും എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്മൂത്തിയാണ്. വൺസ് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് ഇടാൻ മറക്കരുത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ആസ് യൂഷ്വൽ പറയുന്നത് പോലെ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു, ലവ് യു.